തൃശൂരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതാവും ഭാര്യയും കള്ളവോട്ട് ചെയ്തതായി ആരോപണം. പൂങ്കുന്നത്തെ CPM നേതാവ് വേണുഗോപാലും ഭാര്യ ലീന വേണുഗോപാലുമാണ് കള്ളവോട്ട് ചെയ്തതെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നു. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ വ്യാജരേഖ ചമച്ച് ഇരുവരും വോട്ട് ചെയ്യുകയായിരുന്നു. 2 കോൺഗ്രസ് പ്രവർത്തകരും വ്യാജരേഖ ചമച്ച് കള്ളവോട്ട് ചെയ്തുവെന്ന് ആരോപണമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരായ അഭിജിത്തും അമ്പിളിയും വോട്ട് ചെയ്തുവെന്നാണ് ആക്ഷേപം. ഇപ്പം ഞങ്ങൾ ഉയർത്തുന്ന ആരോപണം എന്താണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആരോപണം ഉന്നയിച്ചിട്ടുള്ള അതേ ബൂത്തിൽ കോൺഗ്രസും CPM കള്ളവോട്ട് ചെയ്തതിൻ്റെ ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അതേ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തതിൻ്റെ തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. പൂങ്കുന്നത്ത് 14/483 എന്ന് പറയുന്ന വീട്ടു നമ്പർ, ആ വീട്ടു നമ്പറിൽ 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കള്ളവോട്ട് ചേർത്ത് ചെയ്തു. ഒന്ന് സഖാവ് വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീന വേണുഗോപാലും 5 വർഷം മുമ്പ് വീട് വിറ്റ് പോയ ആളുകളാണ്. 5 വർഷമായിട്ട് ഇവിടെ ഒരു തരത്തിലുള്ള താമസം അവരില്ല. അവരെ ഈ നാട്ടുകാർക്ക് ആർക്കും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇവിടെ കണ്ടിട്ടില്ല. അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വളരെ മുമ്പേ വെട്ടിപ്പോയിട്ടുള്ള ആളുകളാണ്. ആ 2 പേരുടെ പേര് വീട്ടുടമ അറിയാതെ, ഈ 14/483 എന്ന് പറയുന്ന വീടിൻ്റെ ഉടമസ്ഥൻ അറിയാതെ വ്യാജരേഖയുണ്ടാക്കി ആ വീട്ടിൽ പേര് ചേർത്ത്, അത് ഏറ്റവും അവസാന നിമിഷം കൂട്ടിച്ചേർത്ത പട്ടികയിലാണ് പേര് വന്നിട്ടുള്ളത്. അങ്ങനെ ആ 2 പേരുടെയും പേരുകൾ പട്ടികയിൽ ഇടം പിടിച്ചു. ആ 2 പേരും വന്ന് കള്ളവോട്ട് ചെയ്തു. അവരെ കള്ളവോട്ട് ചേർപ്പിച്ചിട്ടുള്ളത് അയ്യന്തോളിലെ DYFI നേതാവ് കണ്ണനാണ്. ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റ് മിഥുൻ, ആ മിഥുൻ സ്വന്തം വീട്ടിൽ 2 കള്ളവോട്ട് ചേർത്തു. വാർത്തയുടെ വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സാനു, അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ BJP ഉയർത്തിയിരിക്കുന്നത്. BJPക്കെതിരെ ഇതേ ബൂത്തിൽ ആരോപിച്ചത് ഇരട്ട പേര് വന്നിരിക്കുന്നു എന്നുള്ള ആരോപണമാണ്. പക്ഷേ ഇത് കള്ളവോട്ട് നടന്നു എന്നാണ് BJP വളരെ കൃത്യമായി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്തത് CPMന്റെയും കോൺഗ്രസിന്റെയും വോട്ടർമാർ? നീലിമ, ഈ പൂങ്കുന്നം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാജ വോട്ടുകൾ ചേർത്തു, അല്ലെങ്കിൽ പുറത്തുള്ളവരെ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഈ CPMും ഒപ്പം തന്നെ കോൺഗ്രസും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ വോട്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയും ഈ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അത്തരമൊരു ആരോപണമല്ല BJP ഉന്നയിച്ചിരിക്കുന്നത്. ലഭ്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് BJP കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം BJP ഉന്നയിച്ചിട്ടുള്ളത്. അതായത് പൂങ്കുന്നത്തെ 483 എന്ന വീട്ടു നമ്പറിൽ വീട്ടുടമസ്ഥനായിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ അറിയാതെ അവിടെ വോട്ട് ചേർത്തു. അതായത് ആ വീട്ടുടമസ്ഥൻ അറിയാതെ വ്യാജരേഖ ചമച്ചുകൊണ്ട് DYFI നേതാവിന്റെ നേതൃത്വത്തിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് CPMന്റെ 2 നേതാക്കൾക്ക് വോട്ട് ചേർത്തു. അവർ അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ് BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അവരുടെ പേര്, അതായത് മുൻപ് ഇവർ അവിടെ താമസിച്ചിരുന്നവരാണ്, പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി നീക്കം ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ എങ്ങനെ ആ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് വന്നു? അതായത് 14/483 എന്ന വീട്ടു നമ്പറിൽ താമസിക്കുന്നത്, അതേ വീട്ടിൽ താമസിക്കുന്നത് ബാലസുബ്രഹ്മണ്യൻ എന്ന ആളാണ്. ആ വ്യക്തി ഈ സംഭവം അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ ആ താമസിക്കുന്ന വ്യക്തിയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറിൽ, അദ്ദേഹത്തിന്റെ വീട്ടു അഡ്രസ്സിൽ ഈ 2 CPM നേതാക്കൾ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. CPM നേതാക്കളായിട്ടുള്ള വേണുഗോപാലും ഭാര്യ ലീന വേണുഗോപാലുമാണ് ഈ പൂങ്കുന്നത്തെ ഹരിശ്രീ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഇത്തരത്തിൽ പൂങ്കുന്നത്ത് തന്നെ സമാന നിലയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ആൾക്കാരെ കോൺഗ്രസ് നേതാക്കളുടെ പല അഡ്രസ്സുകളിൽ കൊണ്ടുവന്ന് വോട്ട് ചേർത്തുകൊണ്ടാണ് അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അഭിജിത്തും അമ്പിളിയും എന്ന 2 പേരിലുള്ള ആളാണ്. മിഥുൻ എന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ, ബൂത്ത് ഏജന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വോട്ടുകൾ രേഖ
രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ചില വോട്ടുകൾ ചേർത്തു, പുറത്തു നിന്നുള്ളവർ ഇവിടെ വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ അവർ കടന്നുകൂടി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ CPM-ന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ ആരോപണങ്ങളായിട്ട് BJP-ക്ക് മേൽ ഉന്നയിച്ചിരുന്നു. അതായത് സാധാരണ നിലയിൽ ഒരു പ്രദേശത്ത് 6 മാസം സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാൾക്ക്, വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ഒരാൾക്ക് അവിടെ വോട്ട് ചെയ്യാം, അല്ലെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ പേര് മാറ്റാം എന്നുള്ള ചട്ടമൊക്കെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ വോട്ടുകൾ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ചട്ടങ്ങളൊന്നും കാണാതെ, അതൊന്നും അംഗീകരിക്കാതെ ചില ആരോപണങ്ങൾ BJP-ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് പോകുമ്പോഴേക്കുമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ മുനയൊടിച്ചുകൊണ്ട്, ആരോപണത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കള്ളവോട്ട് ചേർത്തതും കള്ളവോട്ട് ചെയ്യിച്ചതിന്റെ രേഖകൾ അടക്കം BJP പുറത്തുവിട്ടു. സാനു, കള്ളവോട്ട് ചെയ്തിരിക്കുകയാണ് CPM കോൺഗ്രസ് അനുഭാവികൾ. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.